പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കാനാൻകാരി സ്ത്രീയുടെ എളിമയുള്ള വിശ്വാസം കണ്ട് ഈശോ അവളോട് പറഞ്ഞു വച്ച വചനമാണ് നാം കേട്ടത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് സ്വന്തം മകളുടെ സൗഖ്യത്തിനായി ഈ സ്ത്രീ ഓടിയണയുന്നുണ്ട്. അവളെ അകറ്റി നിർത്തുവാൻ പലരും ശ്രമിക്കുമ്പോഴും അവൾ സ്വയം ഈശോയുടെ സമീപത്തേക്ക് വീണ്ടും ഓടിയണഞ്ഞു. അവളുടെ വിശ്വാസം അത്രയേറെ വലുതാണെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. നമ്മളും ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് പരിശോധിക്കാം. നമ്മിലും ഈ വിശ്വാസത്തിൻ്റെ വലിപ്പം ഉണ്ടാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുക. സ്വയം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് വലിപ്പം വർദ്ധിക്കുക. സ്വന്തം ആഗ്രഹത്തേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം എന്നുള്ള പ്രാർത്ഥനാ ശൈലിയാണ് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ വലിപ്പം കൂട്ടുക. കർത്താവിൻ്റെ ഇഷ്ടവും ഹിതവും നമ്മുടെ ഓരോ ജീവിതാവസ്ഥകളിലും സംഭവിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും വലിപ്പം വർദ്ധിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.